Hello everyone. Today's topic is variables in Python. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് വേരിയബിൾസ്. എന്താണ് വേരിയബിൾ? എ വേരിയബിൾ ഈസ് എ നെയിംഡ് ലൊക്കേഷൻ യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ ഇൻ ദ മെമ്മറി. അപ്പോൾ ഒരു നെയിംഡ് ലൊക്കേഷൻ ആണ് ഈ വേരിയബിൾ അല്ലേ? വേരിയബിൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു സ്റ്റോർ സം വാല്യൂസ്. ഫോർ എക്സാമ്പിൾ ഇൻ ദ പ്രീവിയസ് സെഷൻ വി സോ എ പ്രോഗ്രാം അല്ലേ? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിൽ എ, അതുപോലെ ക്യാപിറ്റൽ എ ആൻഡ് സി, ഇതൊക്കെ എന്താണ്? ഇത് വേരിയബിൾസ് ആണ്. അതുപോലെ ഈ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ ആണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ പഠിച്ച ഐഡൻറ്റിഫയേഴ്സ്, പിന്നെ എങ്ങനെയാണ് ഒരു ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് റൂൾസ്, ഈ റൂൾസ് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ റൂൾസ് നമ്മൾ ഓർത്ത് വെക്കണം. നൗ ഹൗ ടു ഡിക്ലെയർ എ വേരിയബിൾ. അപ്പോൾ ഇൻ പൈത്തൺ വി ഡു നോട്ട് നീഡ് എനി ഡിക്ലറേഷൻ ടു റിസർവ് മെമ്മറി സ്പേസ്. ഇപ്പോൾ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നോക്കി കഴിഞ്ഞാൽ അതിൽ നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ ചെയ്യും. അത് എന്തിനാണ്? ബിക്കോസ് ലേറ്റർ ഇൻ ദ പ്രോഗ്രാം വെൻ എവർ വി ആർ യൂസിങ് ദാറ്റ് വേരിയബിൾ വി ഹാവ് ടു ഡിക്ലെയർ ഇറ്റ് ഫസ്റ്റ്. പക്ഷേ പൈത്തണിൽ നമുക്ക് എന്താണ്? വേരിയബിൾ ഡിക്ലറേഷൻ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ്ലി ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങാം. That is, what do you mean by initialization? It is the giving values to a variable. അപ്പോൾ ഈ വേരിയബിൾ ഡിക്ലറേഷനും പിന്നെ വേരിയബിൾ ഇനീഷ്യലൈസേഷന് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ, സോ വെൻ എവർ വി ഗീവ് എ വാല്യൂ ടു ദ വേരിയബിൾ ദ ഓട്ടോമാറ്റിക്കലി ഡിക്ലറേഷൻ ആൻഡ് ഇനീഷ്യലൈസേഷൻ വിൽ ഹാപ്പൻ. അപ്പോൾ നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കാണുന്ന ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് A=10, ഇതെന്താണ്? എ വേരിയബിളിലേക്ക് നമ്മൾ 10 വാല്യൂ ആണ് അസൈൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയാം. എന്താണ് ഇനീഷ്യലൈസേഷൻ? ഓക്കെ, നൗ ഇതെന്താണ്? ഇത് കൂടി ഇനീഷ്യലൈസേഷൻ. ഇവിടെ ഡിഫറൻസ് കാണുന്നുണ്ടോ? ഇത് ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ആണ്, മറ്റേത് സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ ഈ ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഒരു വേരിയബിളിലേക്ക് വാല്യൂസ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേ സമയത്ത് എന്താണ്? നമ്മൾ വേരിയബിൾ എ ഡിക്ലറേഷനായി, അതുപോലെ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇവിടെ ആവുന്നുണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് വേരിയബിൾ ക്രിയേറ്റിംഗ്. നൗ വി വിൽ സീ സം എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ പ്രോഗ്രാമിൽ എന്താണ്? വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നെയിമാണ്. ആൻഡ് വി ഹാവ് ഗീവൺ സം വാല്യൂസ്, isn't it? Now if we give print website means whatever the value is there it will be printed. അപ്പോൾ ഇത് ഞങ്ങൾ ലൈവായിട്ട് നമ്മൾ നോക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ പൈത്തൺ IDLE. ഇവിടെ ഞങ്ങൾ A=10 കൊടുത്തു. Now I am giving like print A and you can see the value of A is printed, isn't it? One more example, A= I am giving like apple. A വേരിയബിളിൽ ഞാൻ ആപ്പിൾ എന്ന് പറയുന്ന ഒരു വേർഡാണ് കൊടുത്തത്. അപ്പോൾ വേർഡ് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യണം. ഐ ആം പ്രിൻറ്റിംഗ് ലൈക്ക് പ്രിൻറ്റ് എ ആൻഡ് യു ക്യാൻ സി ഇറ്റ് ഈസ് ഷോയിങ് മി ദ ഔട്ട്പുട്ട് ആസ് ആപ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്? വാല്യൂസ് ഒരു വേരിയബിളിലേക്ക് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. നൗ we can also change the value of the variable. So ഇവിടെ എന്താണ്? ഞാൻ ഒരു പ്രാവശ്യം A=10 കൊടുത്തു. സെക്കൻഡ് ടൈം I have given A=apple. So what do you understand from this? We can also change the value of the variable. Now assigning same values to multiple variables, and whenever we want to give same value to multiple variable means നമുക്ക് എന്താണ്? ഒരേ സ്റ്റെപ്പിൽ അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണുന്ന A=B=C=www.cab.edu.np. അപ്പോൾ എന്താണ്? ഈ വാല്യൂ 3 വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? സെയിം വാല്യൂ ആണ് ABC വേരിയബിളിലേക്ക് ഉള്ളത്. അതുപോലെ when we want to assign multiple values to a variable it is also possible. അപ്പോൾ നമുക്ക് സെയിം വാല്യൂസും കൊടുക്കാൻ പറ്റും, ഡിഫറെൻറ്റ് വാല്യൂസും കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? വേരിയബിൾസ് ആദ്യം കൊടുക്കുക. A=B=C എന്ന് കൊടുക്കുക. ഈക്വൽ ടു കൊടുത്ത ശേഷം ആ 3 വാല്യൂസ് കോമ യൂസ് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, യു ഹാവ് ടു സെപ്പറേറ്റ് ഇറ്റ് വിത്ത് കോമ. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. നൗ ഹിയർ I have to give like A=
ബി ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെ എന്താണ്, ഞാനിപ്പോൾ പ്രിൻറ്റ് എ കൊടുത്തു കഴിഞ്ഞാൽ 10 ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ പ്രിൻറ്റ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 ആയിരിക്കും പ്രിൻറ്റ് ആവും, ബിക്കോസ് വി ഹാവ് ഗിവൻ ദ സെയിം വാല്യൂസ്. നൗ ഐ എം ഗിവിംഗ് ഡിഫറെൻറ്റ് വാല്യൂസ് like 10, 20. Okay, now you see that what will be the output of A? It will be 10 itself. So ഇവിടെ എന്താണ്, മൾട്ടിപ്പിൾ വാല്യൂസ് ആണ് ഈ എ വേരിയബിളിൽ അസൈൻ ചെയ്തത്. അതുപോലെ പ്രിൻറ്റ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ സെയിം 10 and 20. അപ്പോൾ മൾട്ടിപ്പിൾ വാല്യൂസ് കൂടി നമുക്ക് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വേരിയബിൾ ആൻഡ് വേരിയബിൾ ക്രിയേഷൻ. I hope you have understood this video. Thank you.